നമസ്കാരം. ലോകം ഉറ്റുനോക്കുന്ന ഒരു നിർണായക നീക്കത്തിലൂടെ ഇറാന്റെ സൈനിക കരുത്തിന്റെ നട്ടെല്ല് തകർത്തിരിക്കുകയാണ് അമേരിക്കൻ വ്യോമസേന. ഇറാന്റെ വിഖ്യാതമായ കോം ടർബൈൻ എഞ്ചിൻ പ്രൊഡക്ഷൻ പ്ലാന്റിന് നേരെയാണ് അതിശക്തമായ US ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഉപഗ്രഹ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? നമുക്ക് പരിശോധിക്കാം. ഇറാന്റെ ആത്മീയ നഗരമായ കോമിൽ സ്ഥിതി ചെയ്യുന്ന ഈ ടർബൈൻ എഞ്ചിൻ നിർമ്മാണശാല വെറുമൊരു ഫാക്ടറിയല്ല. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക അറ്റാക്ക് ഡ്രോണുകൾക്കും യുദ്ധവിമാനങ്ങൾക്കും ആവശ്യമായ ഗ്യാസ് ടർബൈൻ എഞ്ചിനുകൾ നിർമ്മിക്കുന്നത് ഇവിടെയാണ്. അടുത്തിടെ റഷ്യ-യുക്രൈൻ യുദ്ധത്തിലും മറ്റും ഇറാൻ നിർമ്മിത ഡ്രോണുകൾ വലിയ ചർച്ചയായിരുന്നു. അത്തരം ഡ്രോണുകളുടെ കരുത്തായ എഞ്ചിനുകൾ നിർമ്മിക്കുന്ന ഈ കേന്ദ്രം തകരുക എന്നത് ഇറാന്റെ സൈനിക നീക്കങ്ങൾക്ക് ഏൽപ്പിക്കുന്ന വലിയൊരു ആഘാതമാണ്. ഇപ്പോൾ പുറത്തുവന്ന 2 ദൃശ്യങ്ങൾ നോക്കുക. 2026 മാർച്ച് 6 ആദ്യ ദൃശ്യത്തിൽ പ്ലാന്റ് പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നത് കാണാം. അതീവ സുരക്ഷയുള്ള ഈ മേഖലയിൽ നൂറുകണക്കിന് ജീവനക്കാരും എഞ്ചിനീയർമാരും സജീവമായിരുന്നു. എന്നാൽ കൃത്യം 3 ദിവസത്തിന് ശേഷം, അതായത് മാർച്ച് 9 രണ്ടാമത്തെ ദൃശ്യം ഞെട്ടിക്കുന്നതാണ്. അമേരിക്കയുടെ കൃത്യതയാർന്ന വ്യോമാക്രമണത്തിൽ പ്ലാന്റിന്റെ പ്രധാന ഭാഗങ്ങൾ എല്ലാം പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. പ്ലാന്റിനുള്ളിലെ വിലപിടിപ്പുള്ള യന്ത്രസാമഗ്രികളും നിർമ്മാണത്തിലിരുന്ന എഞ്ചിനുകളും പൂർണ്ണമായും നശിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയുടെ ഈ നീക്കം വെറുമൊരു ആക്രമണമല്ല, മറിച്ച് ഇറാന്റെ ഡ്രോൺ കയറ്റുമതിയെയും പ്രാദേശികമായ സൈനിക സ്വാധീനത്തെയും തടയാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. പശ്ചിമേഷ്യയിൽ US താൽപര്യങ്ങൾക്ക് വിഘാതമാകുന്ന രീതിയിൽ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണിത്. ഈ പ്ലാന്റ് പുനഃസ്ഥാപിക്കാൻ ഇറാന് ഇനി വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇത് ഇറാന്റെ സൈനിക കയറ്റുമതിയെയും ബഹിരാകാശ പദ്ധതികളെയും പോലും ബാധിച്ചേക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.